നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട് 2 ആഴ്ചയൊക്കെ ആവാറായിട്ടുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഫുൾ ടൈം ഔട്ടിങ്ങും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ കുഞ്ഞി പേഴ്സിലും വലിയ പേഴ്സിലും എന്തൊക്കെയാണെന്ന് കാണാം. കുഞ്ഞി പേഴ്സിലൊക്കെ ലിപ്പിൻ്റെ ഐറ്റംസാണ്. ഇത് ലിപ് ബാമാണ് കേട്ടോ, പിങ്ക് കളറായിട്ടുള്ള ലിപ് ബാമാണ്. പിന്നെ ഇത് ന്യൂഡ് ഷെയ്ഡാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഷെയ്ഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, 303 ലാക്മിയുടെയാണ്. അപ്പോൾ ഇതിന് ഇപ്പോൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുണ്ട് അധികം ഡ്രൈ ആയിട്ട് അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് തന്നെയാണ് കേട്ടോ ഈ ഒരു കളർ. മാറ്റ് ഫിനിഷും ഒക്കെ ഈ ന്യൂഡ് കളറിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് ലിപ്സ്റ്റിക്ക്. പിന്നെ ഇതൊരു വേറൊരു ഷെയ്ഡ് ലിപ് ബാമാണ്. ഇനി ഇതിലുള്ളത് ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, മാറ്റ് ഫിനിഷുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് ബോൾഡ് ചെറി എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. ഉദിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പ് ഒരു റെഡ് കളറാണ് ഇതിന് വരുന്നത്. ഇത് ലൈറ്റായിട്ടിട്ട് തന്നെ മതിയാവട്ടെ, നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് പ്ലെയിൻ ലിപ് ബാം വേണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ മാറ്റ് ഫിനിഷിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി ഗ്ലോസി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതാ വലിയ പേഴ്സിലുള്ളത്. ഇത് നല്ല പഞ്ഞി പോലെ ബ്ലെൻഡറാണ് കേട്ടോ. നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഇട്ട് മുഖത്തേക്ക് ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് ലാക്മിയുടെ ഒരു ഹൈലൈറ്ററാണ്, മാർബിൾ ഹൈലൈറ്ററാണ് അതിൻ്റെ പേര്. ഇത് മോളാണ് ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചീക്സിലും നെറ്റിയിലും മൂക്കിലൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നല്ല തിളക്കം ഉണ്ടാവും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ലാക്മിയുടെ ഐറ്റാണ് ഹൈലൈറ്റർ. അപ്പോൾ ഇത് എല്ലാ മേക്കപ്പും കഴിഞ്ഞതിന് ശേഷം ചെയ്യാനുള്ള ഒരു ഐറ്റാണ് ഹൈലൈറ്റർ. പിന്നെ ഇത് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ, ഫേസസ് ഓഫ് കാനഡയുടെ ആണ്. നാച്ചുറൽ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഈ ഒരു ഷെയ്ഡിൻ്റെ. അത് നമുക്ക് സ്കിൻ ടോൺ അനുസരിച്ചിട്ട് കോമ്പാക്ട് പൗഡർ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നല്ല ഇഷ്ടമുള്ള ഐറ്റാണ് എനിക്ക് കേട്ടോ. ഞാൻ 2ാമത്തെ തവണയാണ് മേടിക്കുന്നത്. നമുക്ക് വെറുതെ മോയ്സ്ചറൈസർ ചേർത്തിട്ട് തേച്ചിട്ട് ഇത് കോമ്പാക്ട് പൗഡർ മാത്രം ഇട്ടാലും മതി. നല്ലൊരു ലൈറ്റ് മേക്കപ്പ് പോലെ തോന്നും. ഇത് ഫൗണ്ടേഷൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. ഫൗണ്ടേഷൻ്റെ സ്റ്റിക്ക് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കാരണം വല്ലാണ്ട് അങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നില്ല. അവിടെ ഇവിടെ നമുക്ക് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ തന്നെ മതിയാവും. ഞാനും മോള് കൂടി മേക്കപ്പൊക്കെ തേച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഷെയർ ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കൺസീലറാണ്. പ്രൈമറും ഇതിലുണ്ട്. ഈ കൺസീലർ ലാക്മിയുടെയാണ്, പ്രൈമർ പ്ലസ് കൺസീലറാണ്. ഇപ്പോൾ കൺസീലർ നമുക്ക് ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടാനായിട്ട് നല്ലതാണ്. മേക്കപ്പൊക്കെ ഫൗണ്ടേഷനൊക്കെ തേച്ചതിന് ശേഷം ഡാർക്ക് സർക്കിളിലോടത്തും അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സിലോടത്തൊക്കെ ഹൈലൈറ്റർ തേച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. പിന്നെ ഇത് ജെൽ ടൈപ്പ് പ്രൈമറാണ്. ഇത് നമ്മൾ മോയ്സ്ചറൈസർ ആദ്യം മുഖത്ത് തേച്ചതിന് ശേഷം സൺസ്ക്രീൻ തേക്കുക. അതിന് ശേഷം വേണം ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാൻ. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം മുഖത്തുള്ള മറ്റ് മേക്കപ്പുകൾ ഫൗണ്ടേഷനും കൺസീലറൊക്കെ തേക്കാൻ. ആ മേക്കപ്പ് എല്ലാം മുഖത്ത് സെറ്റായിരിക്കാനാണ് നമ്മൾ പ്രൈമർ തേക്കുന്നത്. പിന്നെ ഇത് ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ക്ലെൻസറാണ്, സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ്. അതുപോലെ മുഖത്ത് തേച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. എന്നിട്ട് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോൾ ഇതുപോലെ വറ്റി വരും. എന്നിട്ട് അതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മുഖം ക്ലീൻ ആവും.